കാമുച്ചി നീ മറുപടി ഒന്നും சொல்லவில்லை. ഇതൊക്കെ എന്നാ കണ്ടവരുടെ വായിൽ നോക്കി നടന്നതുകൊണ്ടല്ലേ ആൺകുട്ടികളെ കാശ് അടിച്ചോണ്ട് പോയത്? காமாட்சி நீ அப்படி சொல்லாத. உன்னை கல்யாணம் பண்ணதுக்கு அப்புறம் நான் யாருடையும் வாயிலே பார்த்ததில்லை. ஆமா, இப்போ உங்களுக்கு என்ன வேணும்? இந்த வீடும் ப்ராப்பர்ட்டியும் செக்யூரிட்டியை கொடுத்தா கொஞ்சம் ரூபா கிடைக்கும். அந்த ரூபா கம்பெனி கொடுத்துடலாம். இல்லைன்னா கம்பெனி இந்த வீடு ஜப்தி பண்ணிடும். ஜப்தி பண்றதுக்கு இங்க யாராவது வந்தா அவங்க கையும் காலும் வெட்டி விடுவேன். ஆமா காமாட்சி கொஞ்சம் கருணை காட்டுடி. ஏதாவது ஜாமீன் கொடுக்கலன்னா எம்டி என்ன பிடிச்சி ஜெயில தள்ளுவான். அப்படியா? ஆமா. எனக்கு ஒரு சந்தேகம். கேளுடி கண்மணி. உங்களை எந்த ஜெயில போடுவாங்க? கண்ணூரா திருவனந்தபுரமா? இல்ல திருவனந்தபுரமா இருந்தா எனக்கு ரொம்ப சௌகரியமா இருக்கும். எனக்கு இந்த ஜூ மியூசியம் எல்லாம் பார்க்கணும்னு ரொம்ப நாளா ஆசை. ஜூக்கு வரும்போதெல்லாம் அப்படியே ஜெயில வந்து உங்களையும் பார்க்கலாமோ? எலிக்கு பிராண வேதனை, பூச்சிக்கு வீண வாயனை. கண்ணா, நீங்க சொன்னப்பதான் ஞாபகம் வந்தது, இந்த வீட்டுல ரொம்ப எலி சல்யம். இப்படி ஹார்ட் இல்லாம பேசாது. எனக்கு மனசுல ஒரு பாட்டு தோன்றது. மயில புடிச்சு காலை உடைச்சு ஆட சொல்ற உலகம், குயில புடிச்சு ஜெயில அடைச்சு கூக சொல்ற உலகம். நான் குயில, நீ மயிலடி. இத பாருங்க, நீங்க என்ன தொந்தரவு பண்ணி பிரயோஜனம் இல்ல. உங்க பணம் யாரோ தட்டி பறிச்சதானே? அந்த ஆளை இதுவரை போலீஸ் பிடிக்கல. இல்லை. அப்போ ஒண்ணு பண்ணுங்க, நீங்களும் யாருடையங்களும் கையில இருந்து பணம் தட்டி பறிச்சிருங்க. என்ன? எனக்கு தட்டி பறிச்சு பரிச்சயம் இல்ல காமாட்சி. ஒண்ணு பண்ணுங்க, 2-3 வாட்டி தட்டி பறிச்சிருங்க. தானே எக்ஸ்பீரியன்ஸ் வந்துருமே. முள்ளு குத்திய எறும்பு கடிக்குது. பிச்சைக்காரனாக்கியாச்சு. நீ அப்பனோட பிச்சைக்காரன். அதை எடுத்து என்ன பண்ணலாம்? கேவலப்படுத்திட்டீங்களா குருக? யாரையும் காணாம ஒருத்த மரணி தெய்வமே சம்பந்தம் இருக்கணும். என்ன பண்ணலாம்? പിച്ചക്കാരനാണ്. എഗ്രിമെന്റ് പ്രകാരമുള്ള 10 ലക്ഷത്തിൽ 7 ലക്ഷം ഇപ്പൊ തന്നു കഴിഞ്ഞു. ബാക്കി 3 ലക്ഷം 20-ാം തീയതി തന്നേക്കാം. ഓക്കെ ഓക്കെ. മുരുക ആണ്ടവാ, ഇവൻ താൻ ടാർജ്. ഒരു പാക്കറ്റ് മിക്സ് തരും. ആ എന്താണോ താൻ കളിക്കാം? ക്ഷമിക്കണം ക്ഷമിക്കണം. ബ്രോഡ്വേ വരെ പോണം. മിടുക്കന്മാർ കോലക്കി. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ ഡോക്ടർ. എന്റെ ദൈവമേ, ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? എന്തോ കളിയാണ്. ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങളുടെ കഥയിലാവോ മുതലാളി? നാശം. ഈ കഴുതയെ തൂക്കെടുത്തിട്ട് പോ. കഴുതയാ? അപ്പം താൻ കഴുത. அறிவு கட்ட முண்டம் மாங்காத்தலையா? நான் யார் நினைச்சேன்? உங்க பார்ட்டி தானே என்னை காரால இடித்து விட்டேன். அடியடா, தைரியம் இருந்தா அடி. நான் எம்ஜிஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உயிரடா. உண்ட மாகரி அடி. എല്ലായിടത്തും പെരേരെ തിരക്ക് മുതലാളി ഇനി പല്ലവി ഞാൻ കേട്ടുപോരുത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൊടുത്തൂടെ? അയ്യടാ, ഇനി പെരേരെ ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ അയ്യോ അയ്യോ. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറാ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. യുവന്മാരെയൊക്കെ യെസ്. ഹലോ സർ, ഐ ആം വിശ്വനാഥ്, സൂപ്രണ്ട് ഓഫ് പോലീസ് ബോംബെ. ശ്രീകണ്ഠൻ നായർ. ഓ സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, ഫയലിംഗ് എടുത്തിട്ട് വരൂ. ഏത് ഫയൽ? ഫയലും ബാബാച്ചിലൊന്നുമല്ല, പോലീസ് വന്നിരിക്കുന്ന കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്. പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ബൈ ദ വേ,
ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോയത് കൊന്നുകളഞ്ഞ നോൺസെൻസ്. എന്താണിത്? സത്യം പറ, ആരാ നീ? എന്താ അതിന്റെ ഉദ്ദേശം? സാർ, ഞാൻ ഈ റോട്ടിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടിയെന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാടാ പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷനും ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കിട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്ന ഒരാളാ ഞങ്ങള്. നിന്റെ വേഷം കിട്ട എന്റെ അടുത്ത് വേണ്ട. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി. വരുന്നക്ക് എന്നാ കശപ്പ്. ഇരുട്ട് പോയാലോ. ആണ്ടവാ ആണ്ടവാ. സർ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ധൈര്യമായി നിങ്ങൾ ഈ കുട്ടിയെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. CI ബാലേന്ദ്രനായി പറയണേ. ഈ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ തടയാൻ വരുന്നവരുടെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. പതുക്കെ ഞാനിവിടെ ഉണ്ടോ. അതൊന്നും വേണ്ടെന്ന്. ഇനി താൻ കേറി കേറി അടച്ചോ. അങ്ങോട്ട് നിൽക്കേ. കേറി നിക്കപ്പാ. താങ്ക് യു സാർ. നീ എവിടേക്കാ ആശുപത്രി പോണേ? പോവാൻ എന്നോട് ആരായിപ്പോ സിലോട്ട് ചെയ്യാൻ പറഞ്ഞേ? ആ പോലീസാണെന്ന് നാട്ടുകാർ അറിയില്ലേ? സോറി സാർ. ഇതെന്താ ഇത്? ചൂണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. കയ്യിലിരിക്കുന്ന വടി എന്താന്ന് ചോദിച്ചത്? ലാത്തി കൊണ്ടാണോടാ മണ്ട ചൂണ്ടയിടുന്നത്? സോറി സാർ. പ്രതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ഓ, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് താൻ ഇങ്ങോട്ട് ചോദിക്കാ. എവിടം വരെ ആയ കാര്യങ്ങൾ? രാവിലെ പാൽക്കാരൻ വന്നതല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സാർ. ദേ ഈ കറുത്ത പൊട്ട് നമ്മൾ ഇതിനു വേണ്ടി വെച്ചതാ. സാർ തന്നെ ആർക്കും മനസ്സിലായില്ല സാർ. എനിക്ക് പോലീസിലല്ല ജോലിയെന്ന് കവലിലുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാർ. നോൺസെൻസ്. ഇയാളെ മാറ്റിയിട്ട് വേറെ ബുദ്ധിയുള്ള ആരെങ്കിലും ഡ്യൂട്ടി ഇടൂ. അങ്ങനെ സാറ് വാശി പിടിച്ചാൽ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. നിൽക്കണോ? സൂത്രത്തിൽ അവനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം. അവന്റെ ശവം പോലും പിന്നെ ആരും കാണരുത്. മുതലാളി, ഇവർ അയാളെ കൊന്നുവന്ന ആ ശവം മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഒറ്റയ്ക്ക് മുമ്പിന്ന് പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക്. ആദ്യം അവൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചാലേ ഫോളോ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫൂൾസ്. ഈ കല്ലറയ്ക്കകത്ത് വല്ലതും ആയിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മണ്ട, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വലുതായെന്ന് അറിയാൻ വേണ്ടി ചെടി പിരിവ് നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറയിലിടുന്ന കിഴങ്ങ്. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് ചോദിച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരല്ല നീന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരല്ല ദാവൂദ് ഇബ്രാഹിം ആണെന്ന് വരെ സമ്മതിച്ചു. അയ്യോ, നമുക്ക് ഈ പ്രേതത്തിലും ജച്ചിയിലും പിശാചിലും ഒന്നും ഒരു പേടിയുമില്ല. കാരണം എന്റെ ശൈലി ഉൾക്കെഴുതി കേട്ടില്ല. പാവം നേഴ്സമ്മ വല്ലാതെ പേടിച്ചു. അച്ഛനമ്മമാരും മക്കളെ ശിക്ഷിക്കാറില്ലേ? അതുപോലെ ചെറിയൊരു ശിക്ഷ. മുരുക, എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടി. ദാറ്റ് ടു വിത്ത് പ്രൊമോഷൻ. പിന്നെ സ്വാമിയുടെ മനസ്സ് പറയുന്നു, ജോസിക്ക് അധികകാലം ജയിലിലെ സാപ്പാട് കഴിക്കേണ്ടി വരില്ല. തിരുപ്പതി വെങ്കടേശ്വരൻ അനുഗ്രഹിക്കും.